ആണ്. ഞാൻ 2023 മാർച്ച് മാസം 20-ാം തീയതിയാണ് ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത്. കൃപാസനം അതിനു മുമ്പേ അറിയാമോ എന്ന് ചോദിച്ചാൽ ആരൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷേ എന്താണെന്ന് കൂടുതലായിട്ട് അറിയത്തില്ല. ഇതുവഴി വണ്ടി ഓടിച്ചൊക്കെ പോകുമ്പോൾ ഇവിടെ ഒത്തിരി തിരക്ക് കാണും, ബ്ലോക്ക് ഉണ്ടാവും. പണ്ട് ഇതുപോലെ ആയിരുന്നില്ല, ഇതിൻ്റെ ഫ്രണ്ട് വശം വേറൊരു രീതിയിലായിരുന്നു. അപ്പോൾ ഒക്കെ ഞാൻ എല്ലാവരോടും ചോദിക്കും, ഇവിടെ എന്താ ഇത്ര തിരക്ക്? അപ്പോഴൊക്കെ ഇവിടെ ഒരു പള്ളിയാണ് എന്നൊക്കെ അറിയാമെങ്കിലും ഈ കൃപാസനമാണ് ഒന്നും അറിയില്ല. ഈ കൃപാസനത്തിലോട്ട് വരാനുള്ള എൻ്റെ കാരണം 10 വർഷത്തിന് മേലെ ആയിട്ട് എനിക്ക് ഒരു മോളുണ്ട്. മോളെ ഡെലിവറി കഴിഞ്ഞ ശേഷം എനിക്ക് ഓവുലേഷൻ ടൈം കഴിഞ്ഞാൽ എൻ്റെ ദേഹം മുഴുവൻ നീരാവും. അതിന് പല ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു, പല ഹോസ്പിറ്റലുകളിൽ കാണിച്ചു, ആയുർവേദം കാണിച്ചു, അലോപ്പതി കാണിച്ചു, ഹോമിയോ കാണിച്ചു. ഇങ്ങനെ പല രീതിയിൽ ഞാൻ ഈ ഒരു അസുഖത്തിന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുത്തു. അങ്ങനെ ബാംഗ്ലൂർ കാണിച്ചു, മസ്കറ്റ് കാണിച്ചു, പലരും പലതാണ് പറയുന്നത്. അമൃതയെ കാണിച്ചു, ആസ്റ്റർ മെഡിസിറ്റി കാണിച്ചു. അങ്ങനെ ഒരുപാട് രൂപ ഞാൻ ഇതിനു വേണ്ടി ചിലവഴിച്ചു. അപ്പം ഞാൻ പല ഹോസ്പിറ്റലിൽ നമ്മുടെ നാട്ടിലിരിക്കുമ്പോൾ കുറേ നേരം ഡോക്ടേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണമല്ലോ. അവിടെയൊക്കെ ഇരിക്കുമ്പോഴും എനിക്ക് ഈ പേപ്പർ കൊണ്ട് കൃപാസനത്തിൻ്റെ പേപ്പർ എങ്ങനെയോ എൻ്റെ അടുത്ത് വരും. അതെന്താ, ആദ്യമൊക്കെ എനിക്കിത് വരുമ്പം ഭയങ്കര അത്ഭുതമായി. ഇതെന്താണിത്? വായിക്കും, അവിടെ വയ്ക്കും. ഇത് റിപ്പീറ്റ് ചെയ്ത് ഞാൻ എപ്പോൾ ആ ഹോസ്പിറ്റലിൽ പോയാലും എൻ്റെ കയ്യിൽ കിട്ടും, ഞാൻ പള്ളിയിൽ പോയാൽ എൻ്റെ കയ്യിൽ കിട്ടും. അപ്പം കൃപാസനത്തെപ്പറ്റി ഞാൻ കൂടുതൽ അറിയാൻ തുടങ്ങി. എൻ്റെ അമ്മയോട് ചോദിച്ചു. എൻ്റെ അമ്മ വലിയൊരു മാതാവിൻ്റെ ഭക്തയാണ്, എൻ്റെ ചേച്ചിയും. പക്ഷേ അവരാരും കൃപാസനത്തിൽ വന്നിട്ടില്ല. അപ്പം അമ്മ പറഞ്ഞു, ഇതുപോലൊരു സ്ഥലമുണ്ട്, ആലപ്പുഴയിലാണ്, ഒത്തിരി പേര് പോകുന്ന സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു മാർച്ച് മാസം 20-ാം തീയതി എൻ്റെ ഒരു സുഹൃത്ത് ഡെൻസിയുടെ കൂടെ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കൃപാസനത്തിൽ വരികയാണ്. ഞാൻ നിസ്സാരമായിട്ട് ഈ വേദന പറയുന്നെങ്കിലും സഹിക്കുന്നതിലും അപ്പുറം വേദനയാണ്. ഒരു ഡെലിവറി ടൈമിലുള്ള പെയിൻ പോലെയാണ് എല്ലാ മാസവും എനിക്കുണ്ടാവുക. ഞാൻ ഒരുപാട് സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ സമയത്ത് എനിക്ക് ആൾക്കാരെ കാണാൻ പോലും പറ്റില്ലായിരുന്നു, അത്രയ്ക്ക് പെയിനായിരുന്നു. അങ്ങനെ ഞാൻ കൃപാസനത്തിൽ വന്ന് ഇവിടെ കയറിയപ്പം പോലെ എനിക്ക് എൻ്റെ ദേഹം ഭയങ്കര വേദനയായി, ചൊറിച്ചിലായി. ഞാൻ എന്നിട്ട് ഉടമ്പടി ആദ്യം എടുക്കുക കുറച്ച് പ്രയാസകരമുള്ള കാര്യമാണ്. എങ്കിലും ഉടമ്പടി ഞാൻ ആ പ്രയാസമൊക്കെ സഹിച്ചെടുത്തു. അങ്ങനെ ഞാൻ ഉടമ്പടിയൊക്കെ എടുത്തു. ഇപ്പം 1.5 വർഷത്തിന് മേലെയായി. 2003 മാർച്ചിലല്ലേ. അങ്ങനെ ഇതുവരെ ഈ ഒരു നിമിഷം വരെ എൻ്റെ ഉടമ്പടിയിലോ ഒരു പ്രാർത്ഥനയിൽ, വൈകുന്നേരമുള്ള പ്രാർത്ഥനയിലും രാവിലെയുള്ള പ്രാർത്ഥനയിലും ഇതുവരെ ഒരു മുടക്കവും വന്നിട്ടില്ല. അതെ, എങ്ങനെയാണെങ്കിലും ആ സമയമാകുമ്പോൾ എങ്ങനെയും എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കാൻ ഒത്തോം ചോദിച്ചാൽ സാധിച്ചിട്ടില്ല. ഇടയ്ക്ക് കുടുംബ പ്രാർത്ഥന എനിക്ക് പറ്റുന്ന പോലെ എല്ലാം ഞാൻ ചെയ്യാറുണ്ട്. എനിക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയില്ലേ, വണ്ടി ഓടിക്കുമ്പോഴേലും ഞാൻ ചെയ്യാറുണ്ട്. അങ്ങനെയെല്ലാം ഞാൻ ചെയ്തു വരുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു വേദനയിൽ നിന്ന് എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടിയോ എന്ന് ചോദിച്ചാൽ പൂർണ്ണ സൗഖ്യം കിട്ടിയെന്ന് തന്നെ ഞാൻ പറയും. കാരണം എനിക്കിപ്പോൾ സഹിക്കാൻ പറ്റുന്ന വേദനയേ ഉള്ളൂ.